കണ്ണൂർ ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകൾ നിശ്ചയിച്ചതിൽ അപാകതയെന്ന UDF. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയത്. ഇതിൽ പല സ്ഥിരം പ്രശ്ന ബൂത്തുകളും ഉൾപ്പെട്ടിട്ടില്ല. ഇതിനെതിരെ കളക്ടർക്കും DIGക്കും പരാതി നൽകിയതായും നേതാക്കൾ കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകൾ തയ്യാറാക്കിയതിൽ അപാകതയുണ്ടെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റ് അപൂർണമാണ്. പ്രശ്നം നടക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ലിസ്റ്റിലില്ല. ഇക്കാര്യത്തിൽ കളക്ടർക്കും DIGക്കും പരാതി നൽകിയതായും മാർട്ടിൻ ജോർജ് പറഞ്ഞു. യഥാർത്ഥത്തിൽ സെൻസിറ്റീവ് ബൂത്തുകളാകേണ്ട ഒരുപാട് ബൂത്തുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് സെൻസിറ്റീവ് ബൂത്ത് എന്ന രീതിയിൽ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സെൻസിറ്റീവ് ബൂത്തിൽ ആണ് വെബ് ക്യാമറ വെക്കുക. വെബ് ക്യാമറ വെക്കുന്നിടത്താണ് കൃത്യമായി അവരെ മൊത്തം മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. വെബ് ക്യാമറ ഇല്ലാത്ത ബൂത്തുകളിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ക്യാമറ വെക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പൈസ കൊടുത്ത്. പക്ഷെ അത് മോണിറ്ററിങ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു ആശങ്കയുണ്ട്. ഈ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വന്ന സ്ഥലങ്ങളിൽ അത് സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസുകാരാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ തയ്യാറാക്കി കൊടുത്തതിൽ വലിയ പാളിച്ച അപാകത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് നമ്മൾ ഇന്ന് കലക്ട്രേറ്റിൽ പോയി UDF ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും അജീർ സഹോദരൻ ഉൾപ്പെടെയുള്ള നമ്മളിന്ന് കലക്ടറെയും അതുപോലെ തന്നെ DIGനെയും കണ്ടിരുന്നു. അവരോട് നമ്മൾ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള ബൂത്തുകളെ ലിസ്റ്റുകൾ അവർ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എല്ലാ ബൂത്തുകളിൽ നിന്നും കലക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാം കൂടി ക്രോഡീകരിച്ച് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറ ഇല്ല. സംഘർഷരഹിത ബൂത്തുകളാണ് ഇപ്പോൾ പലതും പ്രശ്നബാധിത ബൂത്തുകളായി വന്നിട്ടുള്ളത്. ഇക്കാര്യം കളക്ടറെയും DIGയെയും അറിയിച്ചു. അവർ പോസിറ്റീവായാണ് പ്രതികരിച്ചതെന്നും UDF നേതാക്കൾ പറഞ്ഞു. വിട്ടുപോയവ ഉൾപ്പെടുത്തുമെന്ന ഉറപ്പും കളക്ടർ നൽകിയിട്ടുണ്ട്. സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ബൂത്തുകളിൽ വെബ് ക്യാമറ സംവിധാനം അനിവാര്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, UDF കൺവീനർ PT മാത്യു, CMB സംസ്ഥാന സെക്രട്ടറി CA അജീർ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.